ദുരൂഹതകൾ ചിലന്തി വല കെട്ടിയ പോലെ ഒരു കേസുണ്ട് കാസർഗോഡ്. അത് റിപ്പോർട്ട് ചെയ്യുന്നത് 7/6/1998 തീയതിയാണ്. അന്നേ ദിവസം രാവിലെ കാസർഗോഡ് പോലീസ് സ്റ്റേഷൻ ലിമിറ്റിൽ ചെർക്കള എന്ന ടൗണിന് തൊട്ടടുത്തുള്ള ബദിയിടുക്കയ്ക്ക് പോകുന്ന ഭാഗത്ത് സർക്കാർ വക ഭൂമിയിൽ അക്കേഷ്യ മരങ്ങൾ വളർന്നു നിൽക്കുന്നുണ്ട്. അതിൽ ഒരു അക്കേഷ്യ മരത്തിൻ്റെ ചുവട്ടിൽ ഏതാണ്ട് 35 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു യുവതി കൊല്ലപ്പെട്ട നിലയിൽ കാണപ്പെടുകയാണ്. ദുരൂഹമായ സാഹചര്യത്തിൽ സംഭവം നടന്നത് അവിടെയല്ല എന്ന് വ്യക്തമാകുന്നുണ്ട്. ഈ ഓടിക്കൂടിയ നാട്ടുകാർ ആണ് ആദ്യം ഇത് കാണുന്നത്. പിന്നീട് അതുവഴി വന്ന നമ്മുടെ മൊയ്തീൻകുട്ടി എന്ന് പറയുന്ന ഒരു പോലീസുകാരൻ ഇത് കാണാൻ ഇടയായി. അപ്പം മൊയ്തീൻകുട്ടിയാണ് സ്റ്റേഷനിൽ വിളിച്ചു പറയുന്നത്. ഈ സംഭവത്തിന് കാസർഗോഡ് പോലീസ് സ്റ്റേഷനിൽ 280/98 അത് ആദ്യം FIR രജിസ്റ്റർ ചെയ്യുന്നത് അസ്വാഭാവിക മരണത്തിനാണ്. ഈ ബോഡിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശോധനയിൽ, അതായത് ഇൻക്വസ്റ്റിൽ ശരീരത്തിൽ ഈ ബീഡി തീർക്കുമ്പോൾ വിരലിൽ ബീഡി തീർക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരു കൃത്രിമ നെയിലുണ്ട്. അതൊഴികെ വേറൊരു അടയാളവും ഇൻക്വസ്റ്റ് പ്രകാരം, പ്രേതവിചാരണ റിപ്പോർട്ട് പ്രകാരം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ആ കേസിൽ പോസ്റ്റ്മോർട്ടം നടന്നു കഴിഞ്ഞപ്പോൾ ഡോക്ടറുടെ അഭിപ്രായത്തിൽ അത് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയതാണ് എന്ന് വ്യക്തമായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കേസിൻ്റെ വകുപ്പ് അസ്വാഭാവിക മരണം എന്നുള്ളത് മാറ്റിയിട്ട് കൊലപാതകം, അതായത് 302 IPC കൂട്ടിച്ചേർത്തു. ആ കേസിൻ്റെ അന്വേഷണം ആദ്യം മുതലേ നടത്തിയത് കാസർഗോഡ് സർക്കിൾ ഇൻസ്പെക്ടറായിരുന്നു. ഈ കേസിൻ്റെ അന്വേഷണത്തിന് വേണ്ടി ജില്ലയിലെ എല്ലാ നല്ല അന്വേഷണ ഉദ്യോഗസ്ഥരും സ്ക്വാഡും ആവുന്നത്ര ശ്രമിച്ചുകൊണ്ടേയിരുന്നു. എന്നിട്ടും വർഷങ്ങളോളം ഈ കേസിൽ അന്വേഷണം നടത്തിയിട്ടും ഇതിനൊരു തുമ്പ് കിട്ടാൻ, തുമ്പ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേസിൽ കൊല്ലപ്പെട്ട സ്ത്രീ ആരാണ് എന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അങ്ങനെ തിരിച്ചറിയാൻ സാധിച്ചിരുന്നുവെങ്കിൽ ഒരു പക്ഷേ പ്രതികളിലേക്ക് നമുക്ക് എത്താൻ എളുപ്പമായിരുന്നു. പക്ഷേ പ്രതികളിലേക്ക് എത്താൻ മറ്റ് സൂചനകളൊന്നും ലഭിച്ചതുമില്ല. കൃത്യം നടത്തിയത് ഈ ചെർക്കള എന്ന് പറയുന്ന അക്കേഷ്യ മരങ്ങൾക്കിടയിലുള്ള സ്ഥലത്തല്ല എന്ന് അന്വേഷണത്തിൽ ബോധ്യമായിട്ടുണ്ട്. വേറെ എവിടെയോ വെച്ച് കൊലപ്പെടുത്തിയതിന് ശേഷം ഈ ബോഡി അവിടെ കൊണ്ട് ഇടുകയായിരുന്നു. ബോഡി അവിടെ കൊണ്ടിട്ടതാണെന്ന് പറയാൻ കാരണം സംഭവ സ്ഥലം പരിശോധിച്ച്, അതായത് പ്രേതവിചാരണ റിപ്പോർട്ട് തയ്യാറാക്കുന്ന അവസരത്തിൽ പോലീസ് പരിശോധിക്കുമ്പോൾ അവിടെ ഒരു പിടിവലി നടന്നതായിട്ടോ അങ്ങനെ ഒരു സംഭവം അവിടെ കാണാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോഴിത് എവിടെ വെച്ചോ ചെയ്തിട്ട് അവിടെ കൊണ്ടുവന്ന് ഇട്ടതാണ് എന്ന് ബോധ്യമായിട്ടുണ്ട്. ഇനി അതുകൊണ്ട് തന്നെ ഒരാൾക്കിത് കൊണ്ടുവന്ന് അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല എന്നാണ് സ്വാഭാവികമായും നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഒന്നിലധികം പേര് ഈ സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്, ഈ കൃത്യത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. വർഷങ്ങളോളം ഈ കേസിൻ്റെ അന്വേഷണത്തിൽ ഏർപ്പെട്ടു. പക്ഷേ എന്നിട്ടും ആ കേസിൽ മുന്നോട്ട് പോകാനായിട്ട് പോലീസിന് സാധിച്ചിട്ടില്ല. 2004 2-ാം മാസമാണ് ഞാൻ കാസർഗോഡ് CI ആയി കടയ്ക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് കാസർഗോഡേക്ക് എത്തുന്നത്. അവിടെ വന്ന് കേസിൻ്റെ ഏതാണ്ട് അന്ന് അവിടെ എന്ന് പറഞ്ഞാൽ കാസർഗോഡ് സർക്കിൾ CI അന്വേഷിക്കുന്ന കേസുകളുടെ എണ്ണം 100 എണ്ണത്തിന് മേലെയാണ്. കാരണം കണ്ടമാനം കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു പോലീസ് സ്റ്റേഷനാണ് കാസർഗോഡ്. അപ്പോൾ ആ 100ഓളം കേസുകൾ, പിന്നെ പെൻഡിങ് ഉള്ള കേസുകളെല്ലാം തന്നെ ഒരു പുതുതായി ചാർജ് എടുക്കുന്ന ഒരു ഓഫീസർ പരിശോധിക്കേണ്ടതുണ്ട്. അങ്ങനെ പരിശോധിച്ച് കുറേ പ്രധാനപ്പെട്ട കേസുകളെല്ലാം നമ്മൾ സെലക്ട് ചെയ്ത് വെച്ച് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം അതിനകത്ത് CD എഴുതി ഒക്കെ തയ്യാറാക്കി. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ട്രാൻസ്ഫർ ആകുന്ന സമയത്ത് രവീന്ദ്രൻ സാറായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്, തൃശ്ശൂരുകാരനായ. അദ്ദേഹം ട്രാൻസ്ഫറായി പോകുന്ന അവസരത്തിൽ എനിക്ക് ഒരു കത്ത് എടുത്ത് തന്നിരുന്നു. ആ കത്ത് ഞാൻ വായിച്ചു നോക്കി. ആ കത്ത് ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കത്തായിരുന്നു. ആ കത്ത് വന്നിരിക്കുന്നത് മദ്രാസ് സെൻട്രൽ ജയിലിൽ നിന്നാണ്. അത് അഡ്രസ്സ് ചെയ്തിരിക്കുന്നത് CIO പോലീസ് കാസർഗോഡിനാണ്. അത് എഴുതിയിരിക്കുന്ന ആൾ ഉമ്മർ ഫാറൂഖ് എന്ന തടവുകാരനാണ്. അയാളൊരു ബ്രൗൺ ഷുഗർ കേസിൽ
ശിക്ഷിക്കപ്പെട്ട് കിടക്കുകയായിരുന്നു. അയാളുടെ കത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: സാറ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ചെർക്കളയിൽ കൊല്ലപ്പെട്ട സ്ത്രീ ആരാണെന്ന് എനിക്കൊരാളിലൂടെ അറിയിക്കാൻ കഴിയും. ഇത് ചെയ്തതിനകത്ത് ഞാനും കൂടെയുണ്ട്. എനിക്ക് സഹായികളായിട്ട് നിന്നവരുടെ പേര് ഞാൻ പറയാം. ഒപ്പം ഈ സ്ത്രീയെ തിരിച്ചറിയാവുന്ന ഒരാളുടെ പേരൂടെ ഞാൻ പറയാം. ഇത്തരം വിവരങ്ങളാണ് ആ കത്തിലുണ്ടായിരുന്നത്. അപ്പം എനിക്ക് ഒരു ക്യൂരിയോസിറ്റി തോന്നി. ഈ കേസ് ഉടനെ തന്നെ ജാഗ്രതയോടുകൂടി അന്വേഷിക്കണമെന്ന് തോന്നി. അപ്പം ഞാൻ എൻ്റെ സ്ക്വാഡിലുണ്ടായിരുന്ന ആൾക്കാരെ, സാബു അടക്കമുള്ള ആൾക്കാരെ വിളിച്ച് നമുക്കിത് ഈ കേസിലൊന്ന് മുന്നോട്ട് ശക്തമായി പോകണം എന്ന് അവരോട് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ കാസർഗോഡ് കോടതിക്ക് എനിക്ക് ലഭിച്ച വിവരം, അല്ല CIC നേരത്തെ ഉണ്ടായിരുന്ന രവീന്ദ്രൻ സാറിന് കിട്ടിയതും അദ്ദേഹം എനിക്ക് തന്നതുമായ ഈ കത്തിൻ്റെ വിവരങ്ങൾ കോടതിയെ ധരിപ്പിച്ച് കോടതിയിലൊരു അപേക്ഷ കൊടുത്തു. ഈ ഉമ്മർ ഫാറൂഖിനെ മദ്രാസ് സെൻട്രൽ ജയിലിൽ പോയിട്ട് ചോദ്യം ചെയ്യുന്നതിന് അനുമതി തരണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് കോടതി എൻ്റെ അപേക്ഷ പരിഗണിച്ച് ഉമ്മർ ഫാറൂഖിനെ മദ്രാസ് സെൻട്രൽ ജയിലിൽ പോയി ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി അനുമതി തന്നു. അങ്ങനെ ഞാനും എൻ്റെ സ്ക്വാഡിലെ രാമകൃഷ്ണനും സാബുവും കൂടി ചെന്നൈയിലേക്ക് പോയി. അവിടെ ചെന്ന് അവിടുത്തെ ജയിൽ സൂപ്രണ്ടിൻ്റെ അനുമതിയോടുകൂടി ഉമ്മർ ഫാറൂഖിനെ ചോദ്യം ചെയ്തു. അപ്പോൾ ഉമ്മർ ഫാറൂഖിനെ ചോദ്യം ചെയ്ത് തുടങ്ങുമ്പോഴാണ് അറിയുന്നത് ഈ ഉമ്മർ അദ്ദേഹം തലശ്ശേരി പാറാൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഉള്ളയാളാണ് എന്നും അയാൾ ബ്രൗൺ ഷുഗർ കടത്തിയ കേസിൽ ജീവപര്യന്തം ശിക്ഷിച്ച് കിടക്കുകയാണ് എന്നും മനസ്സിലായത്. ഞാൻ പിന്നെ ഈ കേസിലേക്ക് വേണ്ടി അദ്ദേഹത്തെ ചോദ്യം ചെയ്തു. എന്താണ് ഉമ്മർ ഫാറൂഖ് നിങ്ങൾക്ക് പറയാനുള്ളത്? അപ്പം ഉമ്മർ ഫാറൂഖ് എന്നോട് പറഞ്ഞു, സാറേ, നിങ്ങളുടെ ഈ കേസിൽ ആ സ്ത്രീയെ കൊന്നതിൽ ഞാനുമുണ്ട്. ഞാനപ്പോൾ ചോദിച്ചു, വേറെ ആരൊക്കെയുണ്ട്? അത് സാർ, അത് ബോംബെ മുതലുള്ള ഒരു കണക്ഷനാണ്. ബോംബെയിലെ പ്രവർത്തിക്കുന്ന സെമി അധോലോകവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു മുഹമ്മദുണ്ട്, ശ്രീലങ്കക്കാരനായ ഒരു അജാഗറുണ്ട്, പിന്നെ എറണാകുളംകാരനായിട്ടുള്ള ഒരു ജോസുണ്ട്, മംഗലാപുരംകാരനായ ഒരാളുണ്ട്. ഇത്രയും കാര്യങ്ങൾ അയാൾ പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് ഈ സ്ത്രീ ഏതാണ്? അപ്പോൾ പറഞ്ഞത്, എനിക്ക് ഈ സ്ത്രീ ആരാണെന്ന് അറിയത്തില്ല, പക്ഷേ ഈ സ്ത്രീയെ അറിയാവുന്ന ഒരാളെ എനിക്കറിയാം. അത് എറണാകുളംകാരനായിട്ടുള്ള തോപ്പുംപടിക്കാരനായിട്ടുള്ള ഒരു ജോസാണ്. ഞാൻ ചോദിച്ചു, ജോസിനെ എവിടെ നിന്ന് കിട്ടും നമുക്ക്? സാർ, ജോസ് ഇപ്പോഴും തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ മയക്കുമരുന്ന് കേസിൽ ശിക്ഷിക്കപ്പെട്ട് കിടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ജോസിലൂടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജോസിനെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ഈ സ്ത്രീ ആരാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. അടുത്ത ചോദ്യം, എന്തിനു വേണ്ടിയാണ് ഈ സ്ത്രീയെ കൊന്നത്? അപ്പോൾ അയാൾ മറുപടി പറഞ്ഞു, ഇവർ ഞങ്ങളുടെ ഒരു കണ്ണിയാണ്, ഒരു കാരിയറായിട്ടാണ് ഈ സ്ത്രീ ഞങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്നത്. എന്തിൻ്റെ കാരിയറാണ് സാർ? അത് ബോംബെയിൽ നിന്നും മയക്കുമരുന്ന് മംഗലാപുരം വഴി കേരളത്തിലേക്കും അവിടുന്ന് ശ്രീലങ്കയിലേക്കും കടത്തുന്ന ഒരു സംഘത്തിൽ പെട്ടയാളാണ് ഞാൻ. ഈ സ്ത്രീയും ആ സംഘത്തിൽ പെട്ടയാളായിരുന്നു. അത് ശരി, പക്ഷേ ഇവരെ കൊല്ലാനുള്ള കാരണം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത്, കുറച്ചു മുമ്പ് കൊടുവള്ളിക്കാരനായ ഒരു ജാഫർ എന്നയാൾക്ക് കൊടുക്കുന്നതിന് വേണ്ടി ബോംബെയിൽ നിന്നും ബ്രൗൺ ഷുഗർ ഈ സ്ത്രീയുടെ കൈവശം കൊടുത്തയച്ചിരുന്നു. പക്ഷേ ഈ സ്ത്രീ ആ സാധനം എത്തിക്കേണ്ട സ്ഥലത്ത് കൊടുവള്ളിയിൽ എത്തിച്ചില്ല. അത് വേറെ ആർക്കോ ഇവർ മറിച്ചു കൊടുത്തു. അത് നല്ല പൈസയുടെ ഒരു സാധനം ഉണ്ടായിരുന്നു. അതിനാണ് ആ സ്ത്രീയെ കൊല്ലാൻ ഞങ്ങൾ തീരുമാനിച്ചത്. പിന്നെ ഞാൻ ചോദിച്ചു,
ഇവരെല്ലാം നിങ്ങളുടെ ഈ ഗ്യാങ്ങിൽപ്പെട്ടിട്ടുള്ള ബാക്കിയുള്ളവരെല്ലാം എവിടെയുണ്ട്? ജോസ് ഒഴിച്ച് ബാക്കിയുള്ള ആൾക്കാരൊക്കെ എവിടെയുണ്ട്? അപ്പോൾ അവൻ പറഞ്ഞ അവരെക്കുറിച്ച് ഇപ്പം അറിയത്തില്ല. ബോംബെയിൽ അതിലും അവരുണ്ട്. അജാഗർ ഇവിടുന്ന് പോയി എന്നാണ് കിട്ടിയ വിവരമെന്ന് പറഞ്ഞു. ഞാൻ വെച്ചാൽ അത് നിനക്ക് എങ്ങനെ കിട്ടി? അല്ലാതെ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് അവൻ പറഞ്ഞു. ഞാൻ പിന്നെയും തുടർന്നു. നീ ഈ കേസുമായി ബന്ധപ്പെട്ട് വ്യക്തമായ വിവരങ്ങൾ, ഒരു രൂപരേഖയല്ലാണ്ട് ഒരു വ്യക്തമായ വിവരങ്ങൾ നീ തരുന്നില്ല. കൃത്യമായി നീ ഈ കേസിനുമായി ബന്ധപ്പെട്ടിട്ട് നിനക്കറിയാവുന്ന കാര്യങ്ങൾ, നിൻ്റെ പങ്കാളികളുടെ പങ്ക് ഒക്കെ കൃത്യമായിട്ട് പറയണം എന്ന് അയാളോട് പറഞ്ഞു. അപ്പോൾ അയാൾ എന്നോട് ആവശ്യപ്പെട്ടത്, സാർ എന്നെ ഇവിടുന്ന് ആ കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ആ കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന അവസരത്തിൽ ഞാൻ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും സാറിനോട് തുറന്നു പറയും എന്ന് പറഞ്ഞു. പിന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് ഉമർ ഫാറൂഖ് കൂടുതലൊന്നും പറഞ്ഞില്ല. ഞാനും പാർട്ടിയും അവിടുന്ന് മടങ്ങി ഇവിടെ വന്ന് പ്രോസിക്യൂട്ടർ കണ്ട് മജിസ്ട്രേറ്റിനെയും കണ്ട് പോയ കേസിൻ്റെ കാര്യത്തെക്കുറിച്ചുള്ള ഒരു റിപ്പോർട്ട് കോടതിയിൽ കൊടുത്തു. ഇയാൾ ഇങ്ങനെയാണ് പറയുന്നത്, ഇനി അയാളെ കൊണ്ടുവരാനുള്ള മാർഗം എന്താണ് എന്ന് പബ്ലിക് പ്രോസിക്യൂട്ടറോട് ചോദിച്ചു ഞാൻ. അപ്പോൾ പ്രോസിക്യൂട്ടർ പറഞ്ഞത്, കൂടുതൽ എന്തെങ്കിലും ഒരു തെളിവില്ലാണ്ട് ഇങ്ങനെ ഒരു പ്രതി പറഞ്ഞു എന്നും പറഞ്ഞതിൻ്റെ പേരിൽ കോടതി ഓർഡറാക്കുമെന്ന് തോന്നുന്നില്ല, നമുക്ക് അപേക്ഷ കൊടുക്കാം എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളത് ആ കേസിൻ്റെ തുടർന്നുള്ള അന്വേഷണം തുടങ്ങി. വിയറ്റ്നാം, ഫ്രാൻസ്, ബെൽജിയം, നെതർലാൻഡ്സ്, മെക്സിക്കോ, ഗ്രീസ്. സഞ്ചാരം വോളിയം നമ്പർ 18. ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കൊല്ലപ്പെട്ട സ്ത്രീ ആരാണ് എന്ന് കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഉമർ ഫാറൂഖിൻ്റെ മൊഴി പ്രകാരം ഈ സ്ത്രീ ആരാണെന്ന് അറിയാവുന്നത് തോപ്പുംപടി ജോസിനാണ്. ജോസ് ആണെങ്കിൽ സെൻട്രൽ ജയിലിൽ. അങ്ങനെ കോടതി ഉത്തരവ് പ്രകാരം ഞാൻ തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ എൻ്റെ പോലീസുകാരെ സാബുവും രാമകൃഷ്ണനോടും ഒപ്പം അവിടെ എത്തി. അവിടെ ജയിൽ സൂപ്രണ്ടിനെ കണ്ടു. ഇങ്ങനെ ഒരു തോപ്പുംപടി ജോസ് എന്ന് പറഞ്ഞ ഒരാൾ മയക്കുമരുന്ന് കേസിൽ ശിക്ഷിക്കപ്പെട്ട് ഇവിടെ കിടപ്പുണ്ടോ എന്ന് അന്വേഷിച്ചു. അപ്പോൾ അവരവിടെ ഉണ്ടായിരുന്ന രേഖകളെല്ലാം പരിശോധിച്ചിട്ട് പറഞ്ഞ് ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ഒരാൾ ഇല്ല. പിന്നെ വിട്ടയച്ചവരുടെ ലിസ്റ്റിൽ ഈ തോപ്പുംപടി ജോസ് ഉണ്ടോ എന്നൊന്ന് നോക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞ് നോക്കാം. അപ്പോൾ ആ വിട്ടയച്ചവരുടെ ലിസ്റ്റിലും തോപ്പുംപടി ജോസ് എന്ന് പറഞ്ഞൊരാളില്ല. ഇനി പിന്നെ ഞാൻ എന്തായിരിക്കും, എന്ത് ചെയ്യും എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, സാർ ഇവിടുന്ന് വേറെ ജയിലിലേക്ക് ട്രാൻസ്ഫർ ചെയ്തവരുടെ കൂട്ടത്തിൽ ഈ ജോസ് ഉണ്ടോ എന്നൊന്ന് നോക്കാമോ? അങ്ങനെ നോക്കിയപ്പോഴാണ് തോപ്പുംപടിക്കാരനായിട്ടുള്ള ഒരു ജോസ് ഉണ്ട്, എറണാകുളംകാരനായിട്ടുള്ള ഒരു ജോസ് ഉണ്ടായിരുന്നു. ജോസിനെ ഒരു വർഷം മുമ്പ് വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയെന്ന് പറഞ്ഞു. ഞങ്ങൾ അന്നത്തെ ദിവസത്തെ അന്വേഷണം അവസാനിപ്പിച്ച് തൃശ്ശൂരിലെത്തി. തൃശ്ശൂർ അതും കോടതിയുടെ അനുമതിയോടുകൂടിയാണ് പോയിട്ട് ഇത് അന്വേഷിക്കുന്നത്. വിയ്യൂർ സെൻട്രൽ ജയിലിലെത്തി. അവിടെ നിലവിലുള്ള തടവുകാരുടെ ലിസ്റ്റ് പരിശോധിച്ചതിൽ തോപ്പുംപടി ജോസ് എന്ന് പറഞ്ഞ ഒരാൾ അവിടെ ഉണ്ടായിരുന്നില്ല. വിട്ടയച്ചവരുടെ ലിസ്റ്റ് നോക്കിയതിൽ തോപ്പുംപടി ജോസിനെ കുറച്ച് മുമ്പ് വിട്ടയച്ചതായിട്ട് രേഖയിലുണ്ട്. ഞങ്ങൾ അവിടുന്ന് എറണാകുളത്തേക്ക് പോകാതെ കാസർഗോഡേക്ക് തന്നെ മടങ്ങി വന്നു. അതിനുശേഷം ഈ തോപ്പുംപടി ജോസ് പറഞ്ഞ അഡ്രസ്സ് എടുത്തായിരുന്നു. ജയിലിൽ നിന്ന് ഞങ്ങൾ ഫുള്ള് അഡ്രസ്സ് എടുത്തു. ആ അഡ്രസ്സുമായിട്ട് സുരേഷിനെയും സാബുവിനെയും ഞാൻ എറണാകുളത്തേക്ക് അയച്ചു. എറണാകുളത്ത് അവർ ഈ തോപ്പുംപടി പ്രദേശത്തൊക്കെ കുറേ അന്വേഷിച്ച് നോക്കിയെങ്കിലും അങ്ങനെ ഒരാളെ കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. എന്നാൽ അന്വേഷണം ഒരു വൈകുന്നേരമാകുന്ന ഘട്ടത്തിൽ ഒരു സ്ത്രീയിൽ നിന്ന് ചെറിയൊരു സൂചന ലഭിച്ചു. ഇങ്ങനെ ഒരാൾ ഇവിടെ തന്നെ ഉണ്ട്, കുറച്ച് അകലെയുണ്ട് എന്ന് പറഞ്ഞു.
അവിടെ ഞാൻ പറഞ്ഞു എന്ന് പറയരുത്. അപ്പം അത് ഈ അന്വേഷിക്കാൻ പോയ ഉദ്യോഗസ്ഥരുടെ ഒരു ഭാഷയിൽ ജോസിനെ ഒരുമാതിരി എല്ലാവർക്കും അറിയാം, പക്ഷേ എന്തോ അവർക്ക് പറയാനൊരു മടിയുള്ളതുപോലെ തോന്നി. അപ്പോൾ ഇവരവസാനം ചെന്ന് ജോസ് എന്ന് പറയുന്ന, അതായത് മദ്രാസ് സെൻട്രൽ ജയിലിൽ വെച്ച് ഉമ്മർ ഫാറൂഖ് പറഞ്ഞു തന്ന ജോസ് എന്നയാളെ കണ്ടുപിടിച്ചു നമ്മുടെ പോലീസ്. കണ്ടുപിടിച്ച് ഇവർ കൂട്ടാതെ, ഇവനെ കൂട്ടി ഇങ്ങോട്ട് വരാതെ ഇവന് നോട്ടീസ് കൊടുത്തു. അടുത്ത തിങ്കളാഴ്ച കാസർഗോഡ് CO ഓഫീസിൽ ഹാജരാവണമെന്നും പറഞ്ഞ് നോട്ടീസ് കൊടുത്തു. പക്ഷേ ഈ അവസരത്തിൽ ഇവരെന്നെ കോൺടാക്റ്റ് ചെയ്യുന്നില്ല, എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. കാരണം അന്ന് ഈ എല്ലാവരുടെ അടുത്തൊന്നും മൊബൈൽ ഫോണില്ല, പോലീസുകാരുടെ അടുത്തായാലും അങ്ങനെ വ്യാപകമായ തോതിലൊന്നും മൊബൈൽ ഫോണില്ല, ഇവർ വിളിച്ചതുമില്ല. അതുകൊണ്ട് എനിക്ക് ആ ഡയറക്ഷൻ പറയാനും പറ്റിയില്ല. ഞാനിവരെ ഈ ഉമ്മർ ഫാറൂഖിൻ്റെ മൊഴി പ്രകാരം ഈ തോപ്പുംപടി ജോസിനെ അന്വേഷിച്ച് ഇവരെ അയക്കുമ്പോഴും എനിക്കും ഒരു ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല. ഇവനവിടെ ഉണ്ടാകും, ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല. ഇവനവിടെ ഉണ്ടാകുമെന്ന് ഇവർക്ക് കണ്ടെത്താൻ പറ്റുമെന്നോ, ഇനി ഇവൻ പറഞ്ഞത് ശരിയായിരിക്കുമോ എന്നൊക്കെ എനിക്കും സംശയമുണ്ടായിരുന്നു. സത്യത്തിൽ അവനെ കൂട്ടിക്കൊണ്ട് പോരേണ്ടതായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചാൽ അതെന്താ നിങ്ങളങ്ങനെ കൂട്ടിക്കൊണ്ട് വരാതിരുന്ന എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, സാർ അവനങ്ങ് എത്തിക്കോളൂ, ഒരാളെ തിരിച്ചറിയുന്ന കാര്യം മാത്രമല്ലേ ഉള്ളൂ. ഞാനപ്പോൾ അവരോട് പറഞ്ഞു, തിരിച്ചറിയൽ മാത്രമല്ല, ചിലപ്പോൾ ഇവനും പങ്കുണ്ടാവുമല്ലോ അതിനകത്ത്. അവൻ്റെ ഉമ്മർ ഫാറൂഖിൻ്റെ മൊഴി പ്രകാരം തോപ്പുംപടി ജോസിനും അതിനകത്ത് പങ്കുണ്ടാവാനാണ് സാധ്യത. അപ്പോൾ നിങ്ങൾ കൂട്ടേണ്ടതായിരുന്നു. ഇല്ല സാർ, അത് പ്രശ്നമൊന്നുമില്ല, അവൻ എന്തായാലും വരും, അവൻ്റെ ബന്ധുക്കളൊക്കെ അടുത്തുണ്ടായിരുന്നു. അവർ പറഞ്ഞു അടുത്ത തിങ്കളാഴ്ച എന്തായാലും ജോസ് കാസർഗോഡ് സർക്കിൾ ഓഫീസിൽ എത്തും എന്ന് പറഞ്ഞു. ഇനി പോലീസുകാരിങ്ങ് മടങ്ങി എൻ്റെ അടുത്ത് വന്ന് റിപ്പോർട്ട് ചെയ്തു. ഞങ്ങൾ 2-3 ദിവസം കഴിഞ്ഞ് തിങ്കളാഴ്ചയായി, ജോസിനെ കണ്ടില്ല. ചൊവ്വാഴ്ചയായി, 3-4 ദിവസം കഴിഞ്ഞിട്ടും തോപ്പുംപടി ജോസ് കാസർഗോഡ് CO ഓഫീസിലെത്തിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, വീണ്ടും നിങ്ങൾ തന്നെ പോകണം, നിങ്ങൾ 2 പേരും തന്നെ പോകണം, പോയിട്ട് അവനെ കണ്ടുപിടിക്കണം, അവനെ കണ്ടുപിടിച്ചുകൊണ്ട് പോരണം. ഇവരങ്ങനെ അടുത്ത ആഴ്ച എറണാകുളത്തിന് വിട്ടു. എറണാകുളത്തിന് വിട്ട് ഇവർ പറഞ്ഞ സ്ഥലത്ത് അന്വേഷിച്ച് നേരത്തെ പറഞ്ഞ ആൾക്കാരെയൊക്കെ കണ്ട് ചോദിച്ചപ്പോൾ മനസ്സിലായി, തോപ്പുംപടി ജോസ് തിങ്കളാഴ്ച കാസർഗോഡ് സർക്കിൾ ഓഫീസിലേക്ക് വരാമെന്ന് പറഞ്ഞ ആൾ തിങ്കളാഴ്ച തന്നെ ബഹ്റിനിലേക്ക് പോയി. ആ പോലീസുകാർ എന്നെ വിളിച്ച് പറഞ്ഞ്, സാർ നമ്മൾ വരാൻ പറഞ്ഞ ജോസ് ബഹ്റിനിലേക്ക് പോയി എന്നാണ് വിവരം കിട്ടിയതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവരോട് പറഞ്ഞ്, നിങ്ങൾ അവനെ ഏത് ഏജൻസി വഴിയാണ് പോയത്, ട്രാവൽ ഏജൻസി ഏതാണെന്ന് അന്വേഷിക്കുക, എന്നിട്ട് അവിടെ പോയി നോക്കണം. അങ്ങനെ ഇവർ വീട്ടുകാരിൽ നിന്നും ഇവൻ്റെ ചില സുഹൃത്തുക്കളിൽ നിന്നുമൊക്കെ ഇവൻ പോയിരിക്കുന്ന ഏജൻസിനെ കണ്ടെത്തി. അപ്പം ബാക്കി അവൻ്റെ ബഹ്റിലുള്ള ഡീറ്റെയിൽസ് കൂടെ ഇവർ കളക്ട് ചെയ്തുകൊണ്ട് വന്നു. അപ്പോൾ ഞങ്ങൾക്ക് വലിയ സംശയമായി. കാരണം അപ്പോൾ ഉമ്മർ ഫാറൂഖ് പറഞ്ഞതിനകത്ത് എന്തെല്ലോ ശരിയുണ്ടല്ലോ. ഇല്ലെങ്കിൽ പിന്നെ CI ഓഫീസിൽ വരാൻ പറഞ്ഞ ആ ദിവസം തന്നെ ഈ തോപ്പുംപടി ജോസ് ബഹ്റിനിലേക്ക് പോയത് എങ്ങനെയാണ്? സംശയമുണ്ട്. ഇവരെക്കുറിച്ച് വേറെ എന്തെങ്കിലും വിവരങ്ങൾ കിട്ടുമോ എന്നറിയാൻ വേണ്ടി അവിടെ നിന്നൊന്ന് അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞു. അവരന്വേഷിച്ചതിൽ കൂടുതൽ വിവരമൊന്നും കിട്ടിയില്ല. ആ പോലീസുകാർ ഇങ്ങ് തിരിച്ചു പോന്നു. ഞാൻ കടയ്ക്കൽ CI ആയിട്ട് ജോലി ചെയ്യുന്ന അവസരത്തിൽ പരിചയമുണ്ടായിരുന്ന, അവിടെ ബഹ്റിനിൽ ജോലി ചെയ്യുന്ന ഒരു സലീമുണ്ട്. സലീമിൻ്റെ നമ്പർ എൻ്റെ അടുത്തുണ്ടായിരുന്നു. ഞാൻ സലീമിനെ വിളിച്ചു. സലീമെ, എറണാകുളത്തു നിന്നൊരു ജോസ്, നമുക്ക് ചെറിയ ആവശ്യമുള്ള ഒരാളാണ്, ജോസ് അവിടത്തേക്ക് വന്നിട്ടുണ്ട് ബഹ്റിനിൽ. ഇന്ന അഡ്രസ്സ് ഞാൻ കൊടുത്തു, ഇന്ന അഡ്രസ്സിലാണ് അയാൾ അവിടെ ഉള്ളത്, ഇന്ന സ്ഥലത്താണ് ജോലിക്കായിട്ടാണ് വന്നിരിക്കുന്നതെന്ന് ഉള്ള വിവരമാണ് നമുക്കുള്ളത്. അപ്പം സലീം ഒന്ന് പോയി അന്വേഷിക്കണം, എന്നിട്ട് അയാളെ കൊണ്ട് എൻ്റെ അടുത്ത് ഫോൺ കൊടുത്ത് സംസാരിപ്പിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് 2-ാമത്തെ ദിവസം സലീം ഈ തോപ്പുംപടി ജോസ് ജോലി ചെയ്യുന്ന സ്ഥലത്ത് എത്തി. ഫോണ് എന്നോട് പറഞ്ഞ്, സാർ നിങ്ങൾ പറഞ്ഞ ജോസിനെ ഞാൻ കണ്ടുപിടിച്ച് ഇന്ന സ്ഥലത്ത് തന്നെയുണ്ട്, പറഞ്ഞ അഡ്രസ്സിൽ തന്നെ ഉണ്ട്, ഞാൻ ഫോൺ കൊടുക്കാമെന്ന് പറഞ്ഞു. ഞാനിവനോട് ചോദിച്ചു, നീ എന്ത് പണിയാണ് കാണിച്ചത്? നീ തിങ്കളാഴ്ച സർക്കിൾ ഓഫീസിൽ കാസർഗോഡ് ഓഫീസിൽ വരാമെന്ന് പറഞ്ഞിട്ട് നീ തിങ്കളാഴ്ച നേരെ ബഹ്റിനിലേക്കാണല്ലോ പോയത്, അതെന്താ അങ്ങനെ പോകാൻ കാരണം എന്താ നിങ്ങൾക്ക് പറയാനുള്ളതെന്ന് ചോദിച്ചു. അല്ല സാർ, എനിക്ക് നേരത്തെ വിസ എല്ലാം ശരിയായിരുന്നതാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങ് പോകുന്നത്. ഞാൻ ഇന്നിപ്പോൾ ഇച്ചിരി തിരക്കില്ല സാർ, ഞാൻ നാളെ സാറിനെ വിളിച്ച്
കാര്യങ്ങൾ ഒക്കെ പറയാം എന്ന് പറഞ്ഞു. അപ്പം സലീം സാർ നാളെ ഞാൻ വരാം, വന്നിട്ട് ഞാൻ ഇയാളോട് ഫോൺ കൊടുത്തിട്ട് സാറിനെ കൊണ്ട് സംസാരിപ്പിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വെച്ച് ശരി ആയിക്കോട്ടെ, ഇനി അവനങ്ങോട്ട് പോകാൻ സാധ്യതയില്ലല്ലോ എന്ന ധാരണയിൽ, അല്ലെ നമുക്ക് അവിടെ നിന്നൊന്നും നേരിട്ട് ചെയ്യാനും പറ്റൂല. അങ്ങനെ രണ്ടാമത്തെ ദിവസം സലീം വീണ്ടും അവിടെ ചെന്നു അന്വേഷിക്കാൻ. സലീം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ ആളെ കാണാനില്ല. തോപ്പുംപടി ജോസ് എന്ന് പറഞ്ഞ ആളെ ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്ത് മിസ്സിംഗ് ആണ്. ഞാൻ പറഞ്ഞ സലീമെ, അത് കൂടുതൽ സംശയം ഉണ്ടാക്കുന്നുണ്ടല്ലോ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട കേസിൻ്റെ കാര്യങ്ങൾ ഞാൻ സലീമിനോട് പറഞ്ഞായിരുന്നു, സൂചിപ്പിച്ചിരുന്നു. ഏതായാലും സലീമിൻ്റെ സഹായം എനിക്ക് ആവശ്യമുണ്ട്. സലീം ഈ ജോസിനെക്കുറിച്ച് അറിയാവുന്ന കണക്ഷൻസ് വെച്ചിട്ട് അവിടെ എവിടെയെങ്കിലും ഇവൻ ജോലി ചെയ്യുന്നുണ്ടോ, അതിന് എവിടത്തേലും കയറിപ്പോയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാനായിട്ട് പറഞ്ഞു. എൻ്റെ റിക്വസ്റ്റ് പ്രകാരം സലീം അയാളുടെ ബന്ധത്തിലുള്ള ആൾക്കാരെയും അയാൾക്ക് പരിചയമുള്ള ആൾക്കാരെയും ലൂടെയൊക്കെ കുറച്ച് നാൾ അന്വേഷണം നടത്തി. ഒരു വിവരവും ഈ തോപ്പുംപടി ജോസിനെക്കുറിച്ച് കിട്ടിയിട്ടില്ല. ഈ അവസരത്തിൽ എനിക്ക് ട്രാൻസ്ഫറായി ഞാൻ ഇരിട്ടിയിലേക്ക് പോവുകയും ചെയ്തു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ അറിഞ്ഞ് ഈ ഉമ്മർ ഫാറൂഖ് എന്ന് പറയുന്ന ആൾ ജയിലിൽ വെച്ച് മരണപ്പെട്ടു. അപ്പോൾ അവിടെ ഒരു ചോദ്യം, ഈ കേസിൽ മരിച്ച സ്ത്രീ ആരാണ് എന്ന് അറിയാവുന്ന ജോസ് എന്തിനാണ് ഒളിവിൽ പോയത്, എന്തിനാണ് CEO ഓഫീസിൽ വരാതെ ബഹ്റിനിലേക്ക് പോയത്? അപ്പോൾ അതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ്, ഈ സ്ത്രീയെക്കുറിച്ച് ജോസിന് അറിയാമെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. പക്ഷേ ആ കേസിൻ്റെ അന്വേഷണത്തിൽ ദുരൂഹതയല്ല നമുക്ക് ആശങ്കപ്പെടുത്തിക്കൊണ്ടാണ് ഉമ്മർ ഫാറൂഖ് മരിക്കുന്നത്. അയാൾ എങ്ങനെയാണ് മരിച്ചത് എന്ന് വ്യക്തമല്ല. പിന്നെ നമുക്ക് വിവരം, ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമായിരുന്നത് ജാഫർ എന്ന വ്യക്തിയെ കണ്ടെത്തുക എന്നുള്ളത്. അതിനുവേണ്ടി ടീം കൊടുവള്ളി ഭാഗത്ത് കുറേ അന്വേഷിച്ചെങ്കിലും വ്യക്തമായ സൂചനകളൊന്നും ലഭിച്ചിരുന്നില്ല. വീണ്ടും ഒരു ഊർജിതമായ അന്വേഷണം നടത്താൻ സാധിക്കുമെങ്കിൽ ഈ സ്ത്രീയെയും പ്രതികളെയും കണ്ടെത്താനാകുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ജോസിനെ കണ്ടെത്തുക എന്നുള്ളതാണ് ഈ കേസിൽ പ്രധാനപ്പെട്ടത്. ഇതെങ്ങനെയാണ് ഈ കേസിൻ്റെ അന്വേഷണം 2008 2009 അവസാനിപ്പിച്ചതായിട്ട് 2010 അവസാനിപ്പിച്ചതായിട്ടൊരു വിവരമുണ്ട്. അത് ഇത്രയും സൂചനകളുണ്ടായിട്ട് എങ്ങനെയാണ് ആ കേസിൻ്റെ അന്വേഷണം അവസാനിപ്പിച്ചത് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. ഇതൊരു വളരെ ദുരൂഹത നിറഞ്ഞൊരു കേസ്. ഫോറസ്റ്റിനുള്ളിലാണ്, ഫോറസ്റ്റിന് ജണ്ടയ്ക്കകത്ത് ആണ് ഈ ബോഡി കിടന്നിരുന്നത് സുരേഷിൻ്റെ. അപ്പം തല പൊട്ടിയിട്ടുണ്ട്, ദേഹം മൊത്തം, അത് മറ്റ് മൂർച്ചയുള്ള ആയുധങ്ങൾ കൊണ്ടുള്ള പരിക്കല്ല ശരീരത്തിലുണ്ടായിരുന്നത്, വടി കൊണ്ടടിച്ച പാടുകളായിരുന്നു ദേഹം മൊത്തം. ആ വടി കൊണ്ട് അടിയിൽ തല പൊട്ടിപ്പോയി, അത് ദേഹത്ത് മൊത്തം പരുക്കുകളുണ്ടായിരുന്നു.